Hi dear friends, this is Maximin. Welcome back to the channel. ദുബായിൽ ചില സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ എത്തുമ്പോൾ തോന്നും നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് വന്നതുപോലെ. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് റിവർലാൻഡ് ദുബായിലേക്കാണ്. ദുബായ് പാർക്സ് ആൻഡ് റിസോർട്ടിന്റെ പ്രവേശന ഭാഗമാണിത്. പക്ഷേ ഇതൊരു പ്രവേശന കവാടം മാത്രമല്ല. കുടുംബമായി വന്നാലും സുഹൃത്തുക്കളോടൊപ്പം വന്നാലും ക്യാമറ എടുത്ത് നടക്കാനായാലും ഇവിടെ ഒരു പ്രത്യേക ഫീലുണ്ട്. അകത്ത് കടന്ന ഉടനെ തന്നെ ആ നദിക്കരയിലെ അന്തരീക്ഷം, മൃദുവായ സംഗീതം, ലൈറ്റുകളുടെ ഭംഗി, ആളുകളുടെ സന്തോഷം, ഇതെല്ലാം ചേർന്നപ്പോൾ സ്ഥലം മുഴുവൻ ജീവിക്കുന്നത് പോലെ തോന്നും. റിവർലാൻഡിന്റെ ഏറ്റവും നല്ല കാര്യം എന്താണെന്നോ, ഇവിടെ തിരക്കിന്റെ സമ്മർദ്ദം തോന്നില്ല. ശാന്തമായി നടക്കാം, ഓരോ കോണും ആസ്വദിക്കാം. ഒരു ഭാഗത്ത് ലൈവ് പ്രകടനങ്ങൾ, മറ്റൊരു ഭാഗത്ത് സംഗീതം, കുട്ടികൾ കളിക്കുന്നത്, കുടുംബങ്ങൾ ഫോട്ടോ എടുക്കുന്നത്. ഇവിടുത്തെ കെട്ടിടങ്ങളുടെ രൂപകൽപ്പന പോലും ഓരോ ഭാഗത്തും മാറിക്കൊണ്ടിരിക്കും. ഒരു ഭാഗം യൂറോപ്പിന്റെ ഫീൽ നൽകും, മറ്റൊരു ഭാഗം പഴയ അമേരിക്കൻ തെരുവുകൾ ഓർമ്മിപ്പിക്കും. നടന്നുകൊണ്ടിരിക്കാൻ മാത്രമാണെങ്കിലും ഇവിടെ ബോറടിക്കാറില്ല. ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ബോർഡ് വോക്ക് ഭാഗത്തേക്കാണ്. ഈ ഭാഗം കണ്ടാൽ തന്നെ പഴയ അമേരിക്കൻ തെരുവുകളുടെ ഫീൽ കിട്ടും. ക്ലാസിക് സ്റ്റൈൽ കെട്ടിടങ്ങൾ, റെട്രോ ലൈറ്റുകൾ, പശ്ചാത്തല സംഗീതം. പ്രത്യേകിച്ച് വൈകുന്നേര സമയത്ത് ഇവിടത്തെ അന്തരീക്ഷം വേറെ ലെവലാണ്. ഭക്ഷണത്തിനായി നിരവധി ഇടങ്ങളും ഇവിടെയുണ്ട്. ബർഗർ, ഫ്രൈസ്, ടാക്കോസ്, ഷവർമ തുടങ്ങിയവ. ഭക്ഷണം വാങ്ങി നദിക്കരയിൽ ഇരുന്ന് കഴിക്കുമ്പോൾ സാധാരണ നിമിഷങ്ങൾ പോലും പ്രത്യേകമായി തോന്നും. And all the miles that we spent in the air, where we're going I don't care. I'm just so glad that you were there that night. റിവർലാൻഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇവിടുത്തെ എനർജിയാണ്. ഇവിടെ വരുന്ന എല്ലാവരും വളരെ റിലാക്സ് മൂഡിലായിരിക്കും. കുട്ടികൾ ഓടി നടക്കുന്നു, മാതാപിതാക്കൾ സമയം ആസ്വദിക്കുന്നു, സഞ്ചാരികൾ ഫോട്ടോ എടുക്കുന്നു. ഇടയ്ക്കിടെ സ്ട്രീറ്റ് പെർഫോമൻസ് വരും. ചിലപ്പോൾ സംഗീത പ്രകടനങ്ങൾ, ചിലപ്പോൾ നൃത്തങ്ങൾ. അവ കാണുമ്പോൾ സമയം പോകുന്നത് പോലും അറിയില്ല. ഇപ്പോൾ ഇന്ത്യ ഗേറ്റ് ഭാഗത്തേക്കാണ് പോകുന്നത്. ഈ ഭാഗത്തിന് ഒരു ഇന്ത്യൻ സ്പർശമുണ്ട്. പഴയ ശൈലിയിലുള്ള കെട്ടിടങ്ങൾ, മൃദുവായ ലൈറ്റുകൾ, പാരമ്പര്യ ഡിസൈനുകൾ. ദുബായിൽ നിന്നുകൊണ്ട് തന്നെ ചെറിയ ഇന്ത്യൻ അനുഭവം ലഭിക്കും. പ്രത്യേകിച്ച് ഇന്ത്യക്കാരായ ആളുകൾക്ക് ഈ ഭാഗം പെട്ടെന്ന് കണക്ട് ചെയ്യും. അടുത്ത ഭാഗം ഫ്രഞ്ച് വില്ലേജ് ആണ്. ഇവിടെ എത്തിയാൽ അന്തരീക്ഷം പൂർണ്ണമായും മാറും. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിടങ്ങൾ, ചെറിയ കഫേകൾ, ശാന്തമായ വഴികൾ. സത്യമായി പറയണമെങ്കിൽ എനിക്ക് ഏറ്റവും കാം ഫീൽ ലഭിച്ചത് ഇവിടെയാണ്. ശാന്തമായി നടക്കാനും സമയം ചെലവഴിക്കാനും ഫോട്ടോകൾ എടുക്കാനും ഇതൊരു പെർഫെക്റ്റ് സ്ഥലം തന്നെയാണ്. കുടുംബമായി വരുന്നവർക്ക് റിവർലാൻഡ് നല്ലൊരു സ്ഥലമാണ്. കുട്ടികൾക്ക് കളിക്കാൻ ഇടമുണ്ട്. വലിയവർ ഇവിടെ നടക്കുകയും അന്തരീക്ഷം ആസ്വദിക്കുകയും ചെയ്യുന്നത് തന്നെ ഒരു സന്തോഷമാണ്. പ്രത്യേകിച്ച് വൈകുന്നേരം മുതൽ രാത്രി വരെ ഇവിടത്തെ വൈബ് പൂർണ്ണമായും മാറും. And again, so I'm in love with you. What are we gonna do?
രാത്രിയായാൽ റിവർലാൻഡിന് വീണ്ടും മറ്റൊരു ഭംഗി കൈവരും. ലൈറ്റുകളുടെ പ്രതിഫലനം, പശ്ചാത്തല സംഗീതം, നദിക്കരയിലെ തണുത്ത കാറ്റ്. ആ സമയത്ത് ശാന്തമായി നടക്കുമ്പോൾ മനസ്സ് സ്വയം കാമാവും. ദുബായിലെ തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് കുറച്ചു സമയം മാറി നിൽക്കുന്ന ഒരു ഫീൽ. റിവർലാൻഡ് ദുബായ്. ഇവിടെ വലിയ ത്രിൽ റൈഡുകളെക്കാൾ ഇവിടത്തെ അറ്റ്മോസ്ഫിയർ ആണ് ആളുകളെ ആകർഷിക്കുന്നത്. സാധാരണ നിമിഷങ്ങൾ, നല്ല ഭക്ഷണം, സംഗീതം, ലൈറ്റുകൾ, കുടുംബത്തോടൊപ്പം ചിലവഴിക്കുന്ന സമയം, ഇതെല്ലാം ചേർന്നപ്പോൾ ഈ സ്ഥലം മനസ്സിൽ നിന്ന് മായാത്തൊരു അനുഭവമാകും. ദുബായ് സന്ദർശിക്കുന്നവർ ഒരിക്കലെങ്കിലും ഇവിടെ വരാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് വൈകുന്നേര കാഴ്ചകൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.